ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും RSSകാരാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീ എം എന്ന് പറയുന്ന നേതാവുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയിരുന്നത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിണറായി വിജയൻ RSS ആണോ? സർസംഘചാലകാണോ? ആരാണ്? അല്ല, ഞാൻ ചോദിക്കുകയാണ്, RSSകാരെ പറ്റി പറയുന്ന സമയത്ത് അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ എം RSSകാരനാണോ എന്നല്ല, മാറാട് വിഷയം ഉൾപ്പെടെയുള്ള കാര്യം. മാറാട് വിഷയം ആരൊക്കെ തമ്മിലായിരുന്നു? മാറാട് വിഷയം ആരൊക്കെയായിരുന്നു? ശ്രീ എമ്മും പിന്നെ CPM തമ്മിലായിരുന്നോ? അല്ല, ചോദിക്കുന്നതിന് മറുപടി പറയൂ. താങ്കൾ തന്നെയാണ് ഈ പോയിന്റുകളൊക്കെ പറയുന്നത്. താങ്കൾ ഇതിനൊക്കെ അജ്ഞത നടിച്ചുകൊണ്ട്. ഞാൻ പറയുന്നത് അതിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ആൾക്കാരെല്ലാവരും തന്നെ RSSകാരാണ്, അല്ലെങ്കിൽ RSSന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൽ പിണറായി വിജയൻ പങ്കെടുത്തിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം RSSകാരനാണെന്ന് അർത്ഥമുണ്ടോ? RSSകാരനുമായിട്ട് വേദി, ഇപ്പോൾ നരേന്ദ്രമോദിയുമായിട്ട് ചേർന്നിട്ട് പിണറായി വിജയൻ വേദി പങ്കിടുന്നു. RSSകാരനായിട്ടാണോ? പിണറായി വിജയൻ RSSകാരനായിട്ടാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്? ഞാൻ നോക്കട്ടെ, കെ സുധാകരൻ എന്ന് പറയുന്നയാൾ RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ ഞാൻ കൂടി ചേർന്നിട്ട് അവിടെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം RSSകാരനാവില്ല. അതിനുള്ള ഒരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലയോ? ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടതുകൊണ്ട് സമാന മനസ്ഥിതികാരെ ഒന്നിച്ചു എന്നേ എന്ന് പറയാനുള്ളൂ. അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിൽ അതേ യുക്തി തന്നെ ഉപയോഗിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, അവിടെ ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നൊരു വിധി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്റ്റേ കിട്ടുന്നില്ല. ഇതാണല്ലോ രണ്ട് വിഷയത്തിലും. അപ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടി ആരാണ് എന്ന് വെച്ചാൽ അവരോടൊപ്പം നിൽക്കാനായിട്ട് രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിക്കുന്നു. ഈ തീരുമാനിക്കുന്ന എല്ലാവരും RSS ആവുമോ? ഇപ്പൊ കെ സുധാകരൻ അവിടെ വന്നു, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പറഞ്ഞു, RSS ആകുമോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കരട് നിയമം കൊണ്ടുവന്നത്. അവിടെ വിശ്വാസ ലംഘനം ഉണ്ടാവുകയാണ് എങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാകുമെന്നും തടവ് ശിക്ഷ നൽകും എന്ന രീതിയിൽ 2021 ഒരു കോൺഗ്രസിന്റെ കരട് നിയമം കൊണ്ടുവന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ RSSകാരനായോ? അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ശ്രീ ജയരാജ്. അതായത് ഇവിടെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗമില്ല. ഏതെങ്കിലും ഒരാൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരാൾ വിശ്വാസത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ അപ്പം തന്നെ അങ്ങ് സംഘി ചാപ്പയടിക്കുകയാണ്. അങ്ങനെ ചാപ്പയടിക്കാൻ പോകുന്നത് എന്തിനാണ്? ഇവിടെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ താല്പര്യത്തോടൊപ്പം ചേർന്ന് RSS നിൽക്കുന്നുണ്ടാകും, BJP നിൽക്കുന്നുണ്ടാകും. വിശ്വാസികൾ വിശ്വസിക്കട്ടെ. അതിനെ പൊളിറ്റിക്സ് ആയിട്ട് എന്തിനാണ് ഞാൻ ചോദിച്ചത്? അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ എവിടെ ഉണ്ടെങ്കിൽ, ആ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരും തന്നെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇപ്പൊ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാണല്ലോ ശ്രീ തോമസ് ഐസക്. നാമജപം എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാക്ക് താങ്കൾക്ക് ഓർമ്മയുണ്ടോ? തെറിജപം എന്ന്. തെറിജപം എന്നാണ് പറഞ്ഞത്. എവിടെ ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാട്ടു ശ്രീ ജയരാജ്. താങ്കൾ ഈ കല്ലെറിഞ്ഞു, മുണ്ട് വലിച്ചു പറിച്ചു എന്നൊക്കെ പറയുന്നല്ലാതെ ഒരു സംഭവം ചൂണ്ടിക്കാട്ടു. എവിടെയാണ് സംഭവിച്ചത്? ഉമേഷ്, ഒരു സെക്കൻഡ് ഉമേഷ്. ശ്രീ തോമസ് ഐസക് കണ്ടിട്ടുണ്ടാവും. ശ്രീ ജയരാജ്, താങ്കൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ കരുനാഗപ്പള്ളിയിൽ ഞാൻ നേരിട്ട് കേട്ടതാണ്. നിങ്ങൾ നേരിട്ട് കണ്ടത് പറയല്ലേ, അത് തെളിവില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തെളിവ് നിങ്ങൾക്ക് പുറത്തുവിടാൻ സാധിക്കുമോ? നാമജപത്തിന് പകരം അതിനൊപ്പം തെറി വിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്തുവിടാനായിട്ടുള്ള ഒരു ജയരാജ്, എന്റെ ചോദ്യം മനസ്സിലായില്ലേ? എന്റെ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളും തോമസ് ഐസക്കും കൂടി അതെ, നിങ്ങളും തോമസ് ഐസക്കും കൂടി ഒന്നിച്ചു പോയിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ആധികാരികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ തെളിവ് വേണമെന്നേ. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ഒരു ചർച്ചയിൽ ഇവിടുത്തെ പ്രശ്നം നാമജപത്തിനെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ, വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളുടെ നാമജപത്തിനെ തെറിജപം എന്ന് അധിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്ന് പാർട്ടി ടിക്കറ്റിൽ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് 2021 പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം പറഞ്ഞത് അത് ഇത് എന്നുള്ള വിവേചനമില്ലാതെ ശബരിമല വിഷയത്തിലാണെങ്കിലും പൗരത്വ ഭേദഗതി വിഷയത്തിലാണെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസസ് ഒഴികെ ബാക്കിയുള്ള കേസുകൾ ആർക്കൊക്കെ മേലെടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ ഒഴിവാക്കും എന്നാണ്. അതിന്റെ പേരിൽ CAA-യുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കിയിരിക്കുന്ന കേസുകളുടെ കണക്ക് ഇന്നുൾപ്പെടെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.